ഇത് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജെറ്റ് എഞ്ചിൻ കൺസിസ്റ്റ് ഓഫ് 5 മോഡ്യൂൾസ് ഇൻ സീരീസ്. ഒരു ജെറ്റ് എഞ്ചിനുണ്ട്, അതിൽ 5 മോഡ്യൂൾ സീരീസിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും റിലയബിലിറ്റി വേരിയബിൾ ഫെയിലിയർ ഡിസ്ട്രിബ്യൂഷനാണ്. കോൺസ്റ്റൻറ്റ് ഫെയിലിയറല്ല, വേരിയബിളാണ്. ഓരോന്നിൻ്റെയും ഷേപ്പ് പാരാമീറ്റർ, അതായത് ബീറ്റ, എല്ലാത്തിൻ്റെയും ഷേപ്പ് പാരാമീറ്റർ ബീറ്റ സെയിം ആണ്, 1.5 ആണ്. പക്ഷേ സ്കെയിൽ പാരാമീറ്റർ ഓരോന്നിൻ്റെയും വ്യത്യാസമാണ്. ഒന്നിൻ്റെ 3600, 7200 അങ്ങനെ പോകുന്നു. അങ്ങനെ 5 എണ്ണത്തിൻ്റെയും തീറ്റ തന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഹോൾ സിസ്റ്റത്തിൻ്റെ MTTFും റിലയബിലിറ്റി ഫംഗ്ഷനും കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദി MTTF ആൻഡ് റിലയബിലിറ്റി ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നമുക്കിപ്പോൾ ഇവിടെ ബീറ്റ സെയിം ആണല്ലോ, ബീറ്റ സെയിം ആണ്, തീറ്റ ഡിഫറൻ്റ് ആണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സിസ്റ്റത്തിൻ്റെ ഫുൾ ബീറ്റ എന്ന് പറയുന്നത് ഈ 1.5 തന്നെയായിരിക്കും. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ ഫുൾ തീറ്റ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അതിനുള്ള റിലേഷനാണ് ഈ 1/θ ഹോൾ റേസ് ടു ബീറ്റയുടെ 1.5 ആയതുകൊണ്ട് 1/θ ഹോൾ റേസ് ടു ആ 1.5 ഈക്വൽ ടു ഓരോന്നിൻ്റെ 1/θ1 റേസ് ടു 1.5 പ്ലസ് 1/θ2 റേസ് ടു 1.5 അങ്ങനെ അവസാനത്ത് 1/θ റേസ് ടു 5 അല്ല 1/θ5 റേസ് ടു 1.5 വരെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറ സൈഡിൽ 1/θ ഹോൾ റേസ് ടു 1.5 വരും, ഇത് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തീറ്റ കണ്ടുപിടിക്കുന്നത്. ഇതൊഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ നോണാണ്. ബീറ്റ നോണാണ്, θ1, θ2, θ3, θ4, θ5 ഇതെല്ലാം നോണാണ്. സീരീസിലായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, സെയിം ബീറ്റ ആയതുകൊണ്ട്. അപ്പം നമ്മളിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ 1842 എന്ന് കിട്ടും. 1842 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് MTTFും റിലയബിലിറ്റി ഫംഗ്ഷനും കണ്ടുപിടിക്കാനാണ്. MTTF നമുക്കറിയാം, എന്താണെന്ന് അറിയാം, തൊട്ടോ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. തീറ്റ ഇൻറ്റു ഗാമ ഫംഗ്ഷൻ ഓഫ് 1 + 1/β എന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഇനി തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1842. ഗാമയുടെ അകത്ത് ഇത് റൂട്ട് പോലെ ഇരിക്കും. ഗാമയ്ക്ക് അത്രയും വലിയ നീളം വേണ്ട, കുറച്ച് മതി, ഇതുപോലെ മതി. 1 + 1/β എന്നാണ്. അപ്പോൾ 1 + 1/1.5 എന്ന് വരും. ഈ 1 + 1/1.5ന് ഒരു വാല്യൂ കിട്ടും. അതായത് ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഇത് എത്ര വരുമെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ ഇത് 1 + 1/1.5 ഈക്വൽ ടു 1.67 നമുക്ക് കിട്ടും. 1.67 കിട്ടും. ഈ 1.67ൻ്റെ ഗാമ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1.67ൻ്റെ ഗാമ വാല്യൂ നമുക്ക് ഈ 0.90167 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഇതിന് ഗാമ ചാർട്ട്സ് ഉണ്ട്. ഗാമ ചാർട്ട് നോക്കിയാണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗാമ ഫംഗ്ഷൻ ചാർട്ടിൽ 1.67ൻ്റെ ഗാമ വാല്യൂ എത്രയാണെന്ന് നോക്കുമ്പോൾ നമുക്കിത് കിട്ടും. അതെടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫൈനൽ ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ MTTF. നമ്മൾ MTTF കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ക്വസ്റ്റിനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിലയബിലിറ്റി ഫംഗ്ഷനും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനിൽ റിലയബിലിറ്റി ഫംഗ്ഷൻ എത്രയാണ് വരുന്നത്? റിലയബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി R(t) ഈക്വൽ ടു e⁻t/θ ഹോൾ റേസ് ടു ബീറ്റ ആണ് വരുന്നത്. നമുക്കിപ്പോൾ ബീറ്റ അറിയാം, 1.5 ആണെന്നറിയാം, തീറ്റ നമുക്കറിയാം. അപ്പോൾ അതും കിട്ടും. അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. അതാണ് റിലയബിലിറ്റി.